നൂറുദ്ദീൻ നമുക്കൊപ്പം ചേരുകയാണ്. മുണ്ടക്കൈ പഞ്ചായത്ത് മെമ്പറാണ് നൂറുദ്ദീൻ. നൂറുദ്ദീൻ, നമസ്കാരം. നിങ്ങളൊന്ന് ചിരിക്കും മനുഷ്യ. നമസ്കാരം സാർ. നമസ്കാരം. നിങ്ങൾ ആ കരച്ചിൽ കേട്ടിട്ടേ നമ്മളൊക്കെ സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു. എന്താ വെച്ചാൽ പറയാ, ആ സമയത്ത് ഈ എൻ്റെ ചുറ്റുകൂടി നിന്ന് അവർ സ്ത്രീകളും കുട്ടികളും കരഞ്ഞപ്പോൾ മാനസികമായിട്ട് ഞാൻ തളർന്നു പോയി. അതാണ് അങ്ങനെ സംഭവിച്ചത്. വല്ലാത്തൊരവസ്ഥയായിരുന്നു. എന്തായാലും സാറൊക്കെ ഇടപെടൽ എന്നും എങ്ങനെ നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്നറിയാം. നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ ചാനലിന് ജീവിതത്തിലെ കടാക്ഷം ഉണ്ടാകട്ടെന്ന് ആദ്യം പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ഒരിക്കലും നമ്മൾ മറക്കാത്ത ചില ശബ്ദങ്ങളുണ്ട്. നമ്മൾ ഏറ്റവും നിസ്സഹായാവസ്ഥയിലായിരിക്കുമല്ലോ ഒരു മനുഷ്യൻ എന്നെ രക്ഷിക്കണേ എന്ന് വിളിച്ചു പറഞ്ഞ് കരയുക. അത് സ്വന്തമായിട്ട് നൂറുദ്ദീനെ രക്ഷിക്കാനല്ല നൂറുദ്ദീൻ പറയുന്നത്. ആ നാട്ടിലുള്ള മനുഷ്യരെ, നൂറുദ്ദീൻ്റെ കൂടെ നിൽക്കുന്ന മനുഷ്യരെ രക്ഷിച്ചെടുക്കണമെന്ന് പറയുമ്പോൾ നൂറുദ്ദീൻ്റെ വിളിയിലെ ഒരു ആത്മാർത്ഥതയുണ്ടല്ലോ, അത് യഥാർത്ഥത്തിൽ ഞങ്ങളെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ അവിടെ നിന്ന് കരഞ്ഞുപോയി. ആ വാർത്താ റൂമിലുണ്ടായിരുന്ന ആളുകൾ അതപ്പം തന്നെ മിനിസ്റ്റർ അത് ഏറ്റെടുത്തു. നമ്മളെ വാർത്താ സംഘത്തിൽപ്പെട്ടവരും ആ ഭാഗത്തെത്തി. എന്തായാലും സുരക്ഷിതമായിട്ട് എല്ലാവരും എത്തി. ആ ഗ്രൂപ്പിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളും സുരക്ഷിതരാണല്ലേ ഇപ്പോൾ നൂറുദ്ദീൻ? എല്ലാവരും സുരക്ഷിതരാണ്. എല്ലാവരും വൈകിട്ട് ഒരു 6 മണിയോടുകൂടെ എല്ലാവരും നമ്മളെ ക്യാമ്പിലെത്തിയിട്ടുണ്ട്. ഞാൻ നൂറുദ്ദീൻ്റെ വിളി കേട്ടിട്ട് പിന്നീട് നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്ക് നൂറുദ്ദീനെ ഞാൻ വിളിക്കുന്നുണ്ടായിരുന്നു. നൂറുദ്ദീന് കുറച്ചുകൂടി പ്രായം ഉണ്ടെന്നൊക്കെയാണ് ഞാൻ കരുതിയത്. നൂറുദ്ദീൻ വളരെ ചെറുപ്പമാണല്ലോ. അപ്പോൾ ഈ പെട്ടെന്ന് ഞാനിത് കേൾക്കുന്ന സമയത്ത് വലിയ പ്രായമായ ഒരു മനുഷ്യനാണെന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ ഇപ്പോഴാണ് ഞാൻ ആദ്യമായി നൂറുദ്ദീൻ ചിരിച്ചു. എനിക്കറിയാം നൂറുദ്ദീൻ ചിരിക്കാൻ പറ്റുന്നൊരു മാനസികാവസ്ഥയിലല്ല നൂറുദ്ദീൻ എന്ന് എനിക്കറിയാം. ഒരുപാട് എനിക്ക് പ്രായം പറഞ്ഞോളൂ. സാറ്, എനിക്ക് അത്യാവശ്യം പ്രായമുണ്ട്. അതായത് ഞാൻ 3 മക്കളും ഒരു ഭാര്യയായിട്ടുള്ളൊരു കുടുംബമാണ്. 2 മക്കളെ കെട്ടിച്ച് 2 പേർക്കും മക്കളുണ്ട്. എല്ലാവരും സുഖമായി കഴിയുന്നുണ്ട്. പക്ഷേ എനിക്ക് എപ്പോഴും എൻ്റെ മനസ്സിൽ എനിക്കുള്ള എൻ്റെ ഒരു ബ്ലഡിൻ്റെ സ്വഭാവമായിരിക്കും. എനിക്ക് വിഷമം കണ്ടു കഴിഞ്ഞാൽ പിടിച്ചേക്കാൻ പറ്റാത്ത ഒരാളാണ്. എന്തൊരു ഞാൻ കയറി ഇടപെടുന്ന ഒരാളാണ്. അത് എന്താ ചെയ്യുക, അങ്ങനെ നമുക്കൊരു ജീനാണ് സാറേ. അത് വേണം നൂറുദ്ദീൻ. നമ്മളൊക്കെ മനുഷ്യരല്ലേ, അതില്ലാത്തവ എങ്ങനെ നമ്മൾ ജീവിച്ചിരിക്കുക? എല്ലാവരും കരഞ്ഞു പോകും നൂറുദ്ദീൻ. കാരണം ഇത് ഒരു നിലവിളിയുടെ സമയമല്ലേ നൂറുദ്ദീൻ. ഞാൻ പഴയ കാര്യങ്ങളൊന്നും ഓർമ്മിപ്പിക്കാൻ എനിക്ക് ആഗ്രഹമില്ല. പക്ഷേ എങ്കിലും നൂറുദ്ദീൻ, നമ്മൾ അന്ന് സംസാരിച്ച് കുറേ മനുഷ്യരുണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നൂറുദ്ദീനെ വിളിച്ച് ചോദിക്കും, നൂറുദ്ദീൻ നമ്മുടെ സുദേവൻ്റെ വീടുണ്ടോ, നമ്മുടെ ഹംസയുടെ വീടുണ്ടോ, നമ്മുടെ നാസറിൻ്റെ വീടുണ്ടോ? അവരൊന്നും ഇല്ല നൂറുദ്ദീൻ, അവരൊക്കെ പോയി. നൂറുദ്ദീൻ്റെ സുഹൃത്തുക്കളൊക്കെ ആയിരുന്നില്ലേ അവരൊക്കെ? അതെ 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 അവരൊക്കെ എൻ്റെ വേണ്ടപ്പെട്ട ആളുകൾ. ഈ സുദേവൻ എന്ന് പറഞ്ഞ ആൾ എന്താ പറയുക, വല്ലാത്തൊരു അവസ്ഥയാണ്. അതായത് എന്നെ ഒരു അനിയനെ പോലെ എപ്പോഴും കണ്ടാൽ കെട്ടിപ്പിടിക്കുന്നൊരു മനുഷ്യനാണ്. എന്നോട് പ്രത്യേക ഒരു സ്നേഹമുള്ളൊരു മനുഷ്യനായിരുന്നു. അവരും അവരെ കുടുംബം. അവരുടെ വൈഫ് ശരിക്കും പറഞ്ഞാൽ എന്നെ ഹോസ്പിറ്റലിൽ ചെറിയ അസുഖം എന്തായാലും അതിൽ ആരിസൺസിൻ്റെ ഒരു ഹോസ്പിറ്റലുണ്ട്. ഞാൻ അവിടെ പോയിട്ട് അവരാണ് എന്നെ പിന്നെ എല്ലാ കാലിൽ മുറിവ് പറ്റിയാലും ഇതിലൊക്കെ ചികിത്സിക്കുക. എൻ്റെ ഒരു പെങ്ങളായിരുന്നു അവരൊക്കെ. എന്താ ചെയ്യുക, ദൈവം അവരെടുത്തു.